നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷ നക്ഷത്രഫലം 2025. ഇന്ന് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് കരുതാം. വിശദമായിട്ടുള്ള ഫലം ഓരോ കൂറുകാരുടെയും പ്രത്യേകം പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമുക്കിന്ന് അതിൽ പറയാത്ത പൊതുവായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് അതൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. രോഗദുരിതങ്ങളുമായി ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്ന സമയമാണ്. സകുടുംബം മംഗളകർമ്മങ്ങളിലും വിനോദയാത്രകളിലും ഒക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പതിവിൽ കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. വാഹനമൊക്കെ മാറ്റി വാങ്ങേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ ഇല്ലാതാകുന്ന സമയമാണ്. ഭരണി നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വർഷം വരെ ശുക്രദശ ലഭിച്ചു എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ശുക്രദശ കഴിഞ്ഞാൽ സൂര്യദശയാണ്. ഏകദേശം 16 വയസ്സ് വരെയുള്ളവർക്ക് സൂര്യദശ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 26 വയസ്സ് വരെ ചന്ദ്രദശയാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രദശ അനുകൂലമല്ല. ചന്ദ്രദശ കഴിയുമ്പോഴാണ് തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. ദോഷപരിഹാരത്തിന് അത് സഹായിക്കുന്നതാണ്. ഏകദേശം 26 വയസ്സിന് ശേഷം 37 വയസ്സ് വരെ ചൊവ്വാദശയാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചൊവ്വാദശാകാലം അനുകൂല സമയമാണ്. ഈ കാലത്ത് തൊഴിൽ നേട്ടങ്ങളും വിവാഹം, സന്താനഭാഗ്യം എന്നീ നല്ല അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാട് ചെയ്യുന്ന പക്ഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഏകദേശം 55 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. ഈ ദശാകാലം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. സന്ധിവാദം, അലർജി രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ഏകദേശം 55 വയസ്സിന് ശേഷം 71 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദശാകാലമായിരിക്കും വ്യാഴദശ. ജാതകത്തിൽ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ ഏറ്റവും നല്ല സമയം വ്യാഴദശാകാലമാണ് എന്ന് തന്നെ പറയാം. ഈ കാലത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിത്യം ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെയേറെ നേട്ടങ്ങൾ നൽകും. ഭരണി നക്ഷത്രക്കാർ പൊതുവായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നതും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നതും ഒക്കെ 2025 കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.